അയ്യപ്പൻ ജനിച്ച നാടാണ് പന്തളം. ഞാനിപ്പോൾ നിൽക്കുന്നത് പന്തളത്താണ്. കേരളത്തിൽ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ശബരിമല കൊള്ളയാണ്. സ്വർണ്ണക്കൊള്ളയിലൂടെ LDF സർക്കാർ ഇപ്പോൾ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പന്തളമടക്കമുള്ള സ്ഥലം ഉള്ള അടൂർ നിയോജകമണ്ഡലത്തിൽ ആരായിരിക്കും വിജയിക്കുക? ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുമ്പോഴാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി ശ്രീ ശാന്തകുമാർ, അഡ്വക്കേറ്റ് ശാന്തകുമാറിനെ കാണുന്നത്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം. നമസ്കാരം. നമസ്കാരം. അതായത് താങ്കൾ പന്തളത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. പന്തള മണ്ണിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതെ അതെ, അത് അയ്യപ്പൻ, സാക്ഷാൽ അയ്യപ്പൻ ജനിച്ച നാട്. തീർച്ചയായിട്ടും. ഈ പോരാട്ടം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം LDFനെ സംബന്ധിച്ചോളം ബാധിച്ചിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയാണ്. അയ്യപ്പൻ വെറുതെ വിടില്ല എന്നൊക്കെയാണ് എല്ലാ ജനങ്ങളും മുഴുവൻ പറയുന്നത്. എന്താണ് താങ്കൾക്ക് ഇവിടെയുള്ള അനുഭവം? വിശ്വാസ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ആ വിശ്വാസത്തെ തകർത്തുകൊണ്ടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തിക്കെതിരെ ശക്തമായ ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നതിൽ യാതൊരു സംശയമില്ല. വിശ്വാസത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അയ്യപ്പൻ്റെ ഭക്തജനങ്ങൾ കാണിക്കയായി സമർപ്പിച്ച വഴിപാട് ഉപകരണങ്ങൾ സ്വർണമായിരിക്കാം, കട്ടളയായിരിക്കാം, ദ്വാരപാല ശില്പമായിരിക്കാം, എന്തായാലും അയ്യപ്പനോട് കാണിച്ച ആ അനീതിക്കെതിരെ ഈ അയ്യപ്പൻ്റെ മണ്ണിലെ ആൾക്കാർ ശക്തമായി പ്രതിവിധി എഴുതും. അയ്യപ്പൻ ഓടിക്കളിച്ച മണ്ണാണിത്. ചരിത്ര പുരാതനമായ ഒരു മണ്ണാണ്. മതേതരത്തിൻ്റെ മകുട ഉദാഹരണം നിലനിൽക്കുന്ന ഒരു മണ്ണ് കൂടിയാണ് പത്തനംതിട്ട ജില്ലയിലെ പന്തളം. നാമജപ ഘോഷയാത്ര നടത്തി. ഇവിടെയാണ് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ ശ്രമിച്ചപ്പോൾ സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങി പ്രക്ഷോഭത്തിനിറങ്ങിയത്. എന്നാൽ അതിനുശേഷം വലിയ സ്ത്രീകളെ അവർ പല വിധത്തിലെ പോലീസ് സ്വാധീനം ഉപയോഗിച്ച് ശബരിമലയിൽ കയറ്റുകയുണ്ടായി. ഇപ്പോൾ അവർ പറയുന്നു, LDF ഗവൺമെൻറ് പറയുന്നു, അതേ ഗവൺമെൻറ് തന്നെ നവോത്ഥാനം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള LDF ഗവൺമെൻറ് പറയുന്നു ഞങ്ങളത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ഇവരെപ്പോഴും ഇങ്ങനെയാണ്. എല്ലാം വൈകിയേ ഇവർക്ക് മനസ്സിലാകുകയുള്ളൂ. വിശ്വാസത്തെ തകിടം മറിച്ചുകൊണ്ട് പോയി. അത് അന്ന് നമ്മൾ പറഞ്ഞു ശരിയല്ല, ആചാര ലംഘനമാണ്, പാടില്ല എന്ന്. പക്ഷേ ഒരു അഫിഡവിറ്റിൻ്റെ രീതിയിൽ അവർ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വിധി നിൽക്കുന്നത് കൊണ്ട് അവർ സ്ത്രീകളെ സന്നിധാനത്തിലേക്ക് പ്രവേശിക്കുകയും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു വലിയ വിശ്വാസികളുടെ മനസ്സിന് ഏറ്റ മുറിവ് ഇപ്പോഴും അത് ഉണങ്ങിയിട്ടില്ല. ഈ താങ്കൾ ഒരു അമ്പലത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഏത് അമ്പലമാണ്? മലദൈവങ്ങളുടെ മൂലസ്ഥാനമായ 999 മലദൈവങ്ങൾക്ക് അധിപനായ മൂലസ്ഥാനമായ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിൻ്റെ പ്രസിഡൻ്റാണ്. കോന്നി കല്ലേലിലാണ് ആ കാവ് സ്ഥിതി ചെയ്യുന്നത്. വനത്തിനുള്ളിലാണ്. അച്ചൻകോവിൽ വനത്തിനുള്ളിലാണ് പ്രശസ്തമായ മല. 999 മലകൾക്ക് അധിപനായ കല്ലേലി ഊരാളി അപ്പൂപ്പൻ മലദേവനാണ്, പ്രകൃതീശ്വരനാണ്. കൂടാതെ താങ്കളെ അഡ്വക്കേറ്റാണ് അല്ലേ? അതെ അതെ. എവിടെയൊക്കെ സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നു? ഞാൻ പത്തനംതിട്ട കോർട്ട് സെൻറ്ററിലും, റാന്നി, അടൂര്, തിരുവല്ല. ഈ കത്തിജ്വലിക്കുന്ന ചൂടിൽ രാഷ്ട്രീയ ചൂട് ശരിക്കും വന്നു കഴിഞ്ഞു? തീർച്ചയായിട്ടും രാഷ്ട്രീയ ചൂട് ആയിട്ടുണ്ട്. അതിനുപരിയായി പ്രകൃതിയും ചൂടിലാണ്. പക്ഷേ അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ടാണ് UDFൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾ വളരെ ആകാംക്ഷാഭരിതരായി തന്നെ നിൽക്കുകയാണ്. പോകുന്ന വീഥികളിലൊക്കെ വളരെ, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളുമാണ് ഈ തെരഞ്ഞെടുപ്പിന് കൂടുതൽ രംഗത്ത് വരുന്നത്. ഇനി 9 ദിവസമാണുള്ളത്. ഈ ദിവസം കൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? സാധ്യമല്ല. പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുവാനും പരമാവധി പ്രചരണ മാധ്യമങ്ങൾ സംഘടിപ്പിക്കുവാനുമാണ് UDF ശ്രമിക്കുന്നത്. കൂടുതൽ വോട്ടർമാരെ നേരിൽ കാണുവാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, സാധാരണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഇതാണല്ലോ പിന്നീട് നിയമസഭയിലും സംഭവിക്കാറുള്ളത്. എന്താണ് ഇന്ന് അടൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്? UDFന് അനുകൂലമായിരുന്നോ? UDFന് അനുകൂലമായ തരംഗമാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. എത്രമാത്രം വോട്ടിന് ഭൂരിപക്ഷമുണ്ട്? നല്ല വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ചില തദ്ദേശ സ്വയംഭരണങ്ങൾ, 1-2 തദ്ദേശ സ്വയംഭരണങ്ങൾ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും UDFന് അനുകൂലമായിട്ടാണ്. ഇപ്പോൾ താങ്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് താങ്കൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? പര്യടന പരിപാടി 4 നാൾ പിന്നിടുകയാണ്. പന്തളം മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ തുമ്പമൺ,
കൊടുമൺ, ഏഴംകുളം പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയെല്ലാം കുടിവെള്ളക്ഷാമമാണ് ജനങ്ങൾ പറയുന്നത്. സ്ത്രീകളും കുട്ടികളും ഓടി വന്ന് പറയുന്നത് ഇവിടെ വെള്ളമില്ല എന്നാണ്, കുടിനീര് ദാഹജലമില്ല എന്നുള്ളതാണ്. 15 വർഷക്കാലമായ ഒരു ജനപ്രതിനിധി ഭരിച്ച ഒരു അടുപ്പിച്ച് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു ചിറ്റയൻകുമാർ. അദ്ദേഹത്തിന് ഇവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളത് ജനങ്ങൾ എന്നോട് പറയും. ഞാനത് വ്യക്തിഹത്യ നടത്താനോ അല്ല ആരെയും പരാമർശിക്കാനോ അല്ല. ജനങ്ങൾ എന്നോട് പറയുന്നത് കുടിവെള്ളം വേണം, അങ്ങ് ജയിച്ചു പോയാൽ ഞങ്ങൾക്ക് ആദ്യമായി കുടിവെള്ളം ലഭ്യമാക്കണമെന്നാണ്. അതിന് അവർക്ക് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പോകുന്നത്. ജയിച്ചു വന്നാൽ ആദ്യം നടപ്പിലാക്കുന്നത് സമഗ്രമായ കുടിവെള്ള പദ്ധതിയായിരിക്കും. ഈ പിന്നെ സർക്കാർ വിരുദ്ധ നിലപാട് എത്രമാത്രം ജനങ്ങളിലുണ്ട്? സമസ്ത മേഖലകളിലും വിരുദ്ധത നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ മേഖലയിൽ പൂർണ്ണമായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ പെൻഷൻ കിട്ടുന്നില്ല. അതുപോലെ തന്നെ പഞ്ചായത്തുകളുടെ ടാക്സ് വർദ്ധിപ്പിച്ചു, പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു, വെള്ളത്തിൻ്റെ കാര്യം വർദ്ധിപ്പിച്ചു, വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചു. ഇതെല്ലാം ജനം സഹിച്ചു നിൽക്കുകയാണ്. ജനം പ്രതികരിക്കുന്നില്ലെന്നേ ഉള്ളൂ. അവരിത് ഈ തെരഞ്ഞെടുപ്പിൽ അവരതിന് വിധി എഴുതും. ഈ പിണറായി വിജയനോടുള്ള സമീപനം എന്താണ് ജനങ്ങൾ? നമ്മൾ ജനാധിപത്യത്തിന് അനുസൃതമായിട്ടാണ് നിൽക്കുന്നത്. ജനങ്ങളുടെ ഈ ഇച്ഛയ്ക്കനുസരിച്ച് ജനതാല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന അതാണല്ലോ ജനാധിപത്യം. ഏകാധിപത്യം ഒരിക്കലും ജനം അംഗീകരിക്കില്ല. ഇപ്പോൾ തൊട്ട് സമീപത്ത് കോന്നിയിൽ വന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് ജ്യോതിയിൽ കടക്ക് പുറത്ത് അങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ ഒരു വലിയ നേതാവിൽ നിന്നും അല്ലെങ്കിൽ ഒരു CM-ൽ നിന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കാര്യം. ഇന്നലെ കൊല്ലം പ്രസ് ക്ലബിൽ അദ്ദേഹം ചോദ്യത്തിന് ഉത്തരം പറയാതെ ഓടി രക്ഷപ്പെടുന്നതായി കണ്ടു. ഇത് എങ്ങനെയാണ് ജനങ്ങളിലുള്ള പ്രതികരണം? എന്താണ്? തുറന്ന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ജനകീയ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈവൻ ഒരു പഞ്ചായത്ത് മെമ്പറായി പോലും ജനങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം നൽകണം. ഈ അടൂർ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ശേഷം LDF ജയിച്ചതാണ് കാണുന്നത്. ചിറ്റയം ഗോപകുമാർ ആയിരുന്നു കഴിഞ്ഞ കുറേ കാലമേ ജയിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യാൻ താങ്കൾക്ക് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. ഇവിടെ ഈ കുപ്രചരണങ്ങളാണ് ഇവിടെ അഴിച്ചുവിട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോകുന്നത്. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു സാംസ്കാരിക നഗരമാകേണ്ട ഒരു ഇടമാണ് അടൂർ. നിരവധി സാംസ്കാരിക നായകന്മാർ, വേലുത്തമ്പി ദളവ പോലെയുള്ള ധീരദേശാഭിമാനികളുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് അടൂർ. അതുപോലെ തന്നെ നിരവധി എഴുത്തുകാർ, സാഹിത്യന്മാർ, സിനിമാ സംവിധായകർ ഒക്കെയുണ്ട്. അതുപോലെ തന്നെ ഒരു ചരിത്ര പുരാതനമായ ആരാധനാലയങ്ങൾ നിരവധിയാണ്. ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, ഇസ്ലാം ദേവാലയങ്ങൾ, അതുപോലെ മണ്ണടി പോലെയുള്ള ചരിത്ര പുരാതനമായ ദേവി മഹാക്ഷേത്രങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന ഒരിടമാണ്. ഇവിടെ പിൽഗ്രിം ടൂറിസത്തിനും സാധ്യതയാണ്. തമിഴ്നാടുമായി അടുത്ത് ബന്ധം ഉള്ള ഒരു മണ്ഡലം കൂടിയാണിത്. കഴിഞ്ഞ തവണ ഇവിടെ മുനിസിപ്പാലിറ്റി BJP ആയിരുന്നു ഭരിച്ചിരുന്നത്. ഇത്തവണ മുനിസിപ്പാലിറ്റി CPM പിടിച്ചെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് പന്തളം. ഈ BJP എത്രമാത്രം ഇവിടെ തകർന്നിരിക്കുന്നു? ഇത്തവണ അതിലും കൂടുതൽ തകരും. അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. ഈ പന്തളം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അവർക്ക് വിരിവയ്ക്കാനുള്ള ഇടം, അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഇടം, ഒരു വലിയ തീർത്ഥാടന ഹബ്ബായി മാറേണ്ടതാണ് പന്തളം. അതിന് അവർ യാതൊന്നും ചെയ്തിട്ടില്ല. കേന്ദ്രത്തിൻ്റെ യാതൊരു ഇടപെടലും ഇതിൽ നിന്നുണ്ടായിട്ടില്ല. ഈ പന്തളം ഉൾക്കൊള്ളുന്ന, അതായത് നമ്മുടെ അയ്യപ്പൻ ജനിച്ച ഈ മണ്ണിൽ താങ്കൾ ഈ പോരാട്ടം നടത്തുമ്പോൾ താങ്കളുടെ പ്രതീക്ഷ എന്താണ്? ഞാനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. തീർത്തും അങ്ങ് ചോദിച്ച പോലെ മലദൈവങ്ങളുമായും അതുപോലെ അയ്യപ്പസ്വാമിയായിട്ടും മതേതര സങ്കല്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മിക്കവാറും എല്ലാ മാസങ്ങളിലും മണ്ഡലകാലത്തായാലും എല്ലാം ദർശനം നടത്താറുള്ളതാണ് ശബരിമലയിൽ. അതൊരു എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി വരും. അതേപോലെ സങ്കല്പ സ്ഥാനമാണ് നമ്മൾ പന്തളത്തിനും കൊട്ടാരത്തിനും പവിത്രതയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും മതേതര സങ്കല്പം നിലനിൽക്കുന്ന ഈ മണ്ണിൽ എന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ശബരിമല എന്ന് പറയുന്ന പവിത്രമായ സ്ഥലത്ത് സ്വർണ്ണക്കൊള്ളയടക്കം നടത്തി ആ വിശ്വാസികളെ മുഴുവൻ വഞ്ചിച്ചുള്ളൊരു ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ് ഉണ്ടായിട്ടുള്ളത്. ആ അയ്യപ്പൻ ജനിച്ച ഈ നാട്ടിൽ നിന്ന് തിരിച്ചടി കിട്ടും എന്ന് താങ്കൾ 100% വിശ്വസിക്കുന്നുണ്ടോ? ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടി കിട്ടും, BJPക്കും കിട്ടും. ഇതോട് കൂടിയിട്ട് CPM എന്തായിത്തീരുന്നാണ് താങ്കൾ കരുതുന്നത്? ഇവിടെ ഇടതുപക്ഷത്തിന് പ്രസക്തി ഇല്ലാതാവും ഈ മണ്ഡലത്തിൽ. പൊതുവെ ഈ ജില്ലയിൽ തന്നെ എങ്ങനെയാവും 5 നിയമസഭാ മണ്ഡലങ്ങളും ഐക്യജനാധിപത്യ മുന്നണി മുന്നേറ്റം നടത്താനുള്ള. VD സതീശൻ ഇവിടെ വന്നിരുന്നു അല്ലേ? VD സതീശൻ വന്നിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? പൊതുയാത്രയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് എന്താണ്? VD സതീശൻ ശക്തമായി നൽകുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. സമഗ്രമായ കാര്യങ്ങൾ പഠിക്കുകയും അത് വിശകലനം ചെയ്യുകയും
അത് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രതിപക്ഷ നേതാവിന്. അടുത്ത തവണത്തെ ഗവൺമെന്റ് UDF ആണെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? കഴിഞ്ഞ 10 വർഷത്തെ തിക്ത അനുഭവം മനസ്സിലായിക്കൊണ്ട് ജനങ്ങൾ ഒരിക്കലും ഇനിയൊരു പുനർവിചിന്തനം നടത്തത്തില്ല. UDF അധികാരത്തിലേറ്റുവാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. ഏതായാലും അയ്യപ്പൻ്റെ മണ്ണിൽ നിന്ന് താങ്കൾ വിജയക്കൊടി നാട്ടും എന്ന് 100% താങ്കൾക്ക് വിശ്വാസം? തീർച്ചയായിട്ടും. എന്തായാലും അയ്യപ്പൻ ജനിച്ച നാട്ടിൽ ധീരമായ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ശ്രീ ശാന്തകുമാർ. ഞാൻ അടൂരിലൂടെ യാത്ര ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു വികാരം, ശാന്തകുമാറിന് അനുകൂലമായ ഒരു തരംഗമാണ് ഇവിടെ ഉള്ളത് എന്നാണ്. എന്തായാലും അദ്ദേഹം വൻ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. ശബരിമല കൊള്ള ചെയ്ത LDFനെതിരെ ഈ മണ്ണിൽ നിന്ന് തന്നെ തിരിച്ചടി കൊടുക്കട്ടെ എന്ന് കൂടി അദ്ദേഹത്തിന് ആശംസ നൽകുന്നു. നന്ദി, നമസ്കാരം.